നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രികാലങ്ങളിൽ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? പുറത്ത് ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പാർട്ട്മെന്റിനുള്ളിൽ നിങ്ങൾ ഒറ്റയൊരാൾ മാത്രം. എന്നാൽ അടുത്ത സ്റ്റേഷനിൽ നിന്നും ആ ഒരു കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് ഒരാൾ കൂടി കയറുന്നു. പക്ഷെ ആ കയറുന്നയാള് ഒരു മനുഷ്യനല്ലെങ്കിലോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അരുൺ എന്ന് പറയുന്ന യുവാവിൻ്റെ ഒരു ഭീതിപ്പെടുത്തുന്ന കഥയാണ്. 2024 നടന്നിട്ടുള്ള ഈ ഒരു കഥ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും പിന്നീട് ട്രെയിനിനുള്ളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. ചില യാത്രകൾ അവസാനിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തായിരിക്കില്ല, മറിച്ച് മരണത്തിൻ്റെ മരവിപ്പോടു കൂടിയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. അരുൺ എന്നു പേരുള്ള ഒരു യുവാവ്. കൊച്ചിയിലെ ഒരു പ്രധാന ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അരുൺ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം ഏകദേശം രാത്രി 11:40 ആയിട്ടുണ്ട്. പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം. സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ചിലായിരുന്നു അരുൺ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വിചിത്രം എന്ന് പറയട്ടെ, ആ ഒരു കോച്ചിനുള്ളിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല, അരുൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്ത് ജനലിലൂടെ നോക്കുന്ന സമയത്ത് കൂരിരുട്ട് മാത്രം. ഇടയ്ക്ക് മിന്നൽ പിണരുകൾ വെട്ടുന്ന സമയത്ത് മാത്രം പ്രേതങ്ങളെ പോലെ ഓടിമറയുന്ന മരങ്ങളെ കാണാൻ കഴിയും. ട്രെയിൻ ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും അരുൺ എന്ന് പറയുന്ന ഈ ഒരു യുവാവിൻ്റെ മനസ്സിൽ വളരെയധികം ഭീതി ഉളവാകുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു കോച്ചിനുള്ളിൽ അത്രയധികം വിചിത്രമായ രീതിയിൽ ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥ ആദ്യമായിട്ടാണ് അരുണിന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനാൽ തന്നെ അരുൺ നല്ല രീതിയിൽ തന്നെ ഭയപ്പെട്ട് ആ ഒരു കോച്ചിനുള്ളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ട്രെയിൻ ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും ആ ഒരു കോച്ചിനുള്ളിൽ അതീവ ഭീകരമായിട്ടുള്ള നിശബ്ദത പടരാനായിട്ട് ആരംഭിച്ചു. ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും ട്രെയിനിൻ്റെ ടക് ടക് ശബ്ദം മാത്രമായിരുന്നു ശക്തമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അരുണിന് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് കൂടാനായിട്ടും ആരംഭിച്ചു. അങ്ങനെ ആ ഒരു ട്രെയിന് ഒരു ചെറിയ സ്റ്റേഷനിൽ വന്ന് നിർത്തുകയാണ്. ആ ഒരു സ്റ്റേഷൻ്റെ പേരൊന്നും അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വളരെയധികം വെളിച്ചം കുറവായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഷൻ്റെ പേരോ അല്ലെങ്കിൽ അവിടെയുള്ള ഡീറ്റെയിൽസോ ഒന്നും വായിക്കാനായിട്ട് അരുണിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് അരുണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രെയിൻ നിർത്തിയതും ആ ഒരു സ്ത്രീ അരുൺ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കോച്ചിലേക്ക് കയറുകയാണ്. ആ ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ള വസ്ത്രമായിരുന്നു ആ ഒരു സ്ത്രീ ധരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവളുടെ തലമുടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നനഞ്ഞു കുതിർന്ന ഒരവസ്ഥയിലായിരുന്നു. കയ്യിൽ ഒരു ബാഗ് പോലും ഇല്ലാതെ വളരെയധികം വികൃതമായ രീതിയിൽ വേഷധാരിയായിട്ടുള്ള ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീയെ അരുൺ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കോച്ചിനുള്ളിലേക്ക് കയറിയിട്ട് അരുണിന്റെ തൊട്ടു മുൻപിലുള്ള സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു സ്ത്രീയുടെ മുഖം വ്യക്തമായിരുന്നില്ല. കാരണം ആ ഒരു സീറ്റിൽ വന്നിരുന്നത് മുതൽ ആ ഒരു സ്ത്രീ താഴേക്ക് നോക്കിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ മുഖം പൂർണ്ണമായി മുടി കൊണ്ട് മൂടിയിരുന്നു. ഇത് കണ്ട അരുൺ അവളോട് ചോദിച്ചു, ഈ ഒരു കോച്ചിൽ മറ്റാരും തന്നെ ഇല്ലല്ലോ, അടുത്ത കോച്ചിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ അതിൽ ബർത്ത് സൗകര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ടും അല്ലെങ്കിൽ കിടന്നുമൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യം അതിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞ് വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ ആ ഒരു സ്ത്രീയോട് അരുൺ പെരുമാറുകയാണ്. ഈ ഒരു ചോദ്യത്തിനൊന്നും ആ ഒരു സ്ത്രീ യാതൊരു വിധത്തിലുള്ള മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് ശേഷം ആ സ്ത്രീ പതിയെ തല ഉയർത്തി അരുണിനെ നോക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയുടെ കണ്ണുകൾ കണ്ട അരുൺ ഞെട്ടിവിറച്ച് പുറകോട്ടേക്ക് മാറുകയാണ്. മാനുഷികമായിട്ടുള്ള യാതൊരുവിധ വികാരവുമില്ലാത്ത അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള യാതൊരുവിധ തുടിപ്പുമില്ലാത്ത അതിഭീകരമായിട്ടുള്ള കണ്ണുകൾ, വളരെയധികം വിചിത്രമായതും വളരെയധികം ഭീതിപ്പെടുത്തുന്നതുമായ ഒരു നോട്ടം. അങ്ങനെ ട്രെയിനിന്റെ വേഗത വീണ്ടും കൂടാനായിട്ട് ആരംഭിച്ചു. അരുൺ തൻ്റെ ഫോണിൽ സമയമെടുത്ത് നോക്കുന്ന സമയത്ത് പുലർച്ചെ 1:30 AM ആയിരുന്നു സമയം എന്ന് പറയുന്നത്. എന്നാൽ അവൻ്റെ ഫോണിനുള്ളിൽ റേഞ്ച് തീരെ ഉണ്ടായിരുന്നില്ല. അവൻ വളരെയധികം ഭീതിയോടുകൂടിയാണ് ആ ഒരു കോച്ചിനുള്ളിൽ ഇരുന്നത്. ഇതിനെ തുടർന്നിട്ട് ആ ഒരു കോച്ചിനുള്ളിലെ ലൈറ്റുകളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ ഫ്ലിക്കർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിന്നി മറയാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിനെ തുടർന്ന് വെറും 1 സെക്കൻഡ് മാത്രം നീണ്ട ഒരു ഇരുട്ട് ആ ഒരു കോച്ചിനുള്ളിൽ വ്യാപിച്ചു. ആ ഒരു ഇരുട്ട് മാറി വന്ന സമയത്ത് അരുൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയാണ്. തൻ്റെ തൊട്ടു മുൻപിൽ ഇരുന്നിരുന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ തൻ്റെ കൂടെ അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന സീറ്റിനോട് ചേർന്ന് ഇരിക്കുകയാണ്. ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഈർപ്പം അവൻ്റെ കൈകളിൽ തട്ടുന്നുണ്ടായിരുന്നു. അത്രയധികം അടുത്ത്
അവനെ തൊട്ടുരുമി ആ സ്ത്രീ ഇരിക്കുകയാണ്. ആ ഒരു സ്ത്രീയുടെ കൈ അരുണിന്റെ ദേഹത്ത് ടച്ച് ചെയ്ത സമയത്ത് ഐസിനേക്കാൾ കഠിനമായിട്ടുള്ള ഒരു തണുപ്പായിരുന്നു അരുണിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് അരുൺ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ എൻ്റെ സീറ്റിലേക്ക് വന്നത്? നിങ്ങൾ ആരാണ്? എന്നാൽ ഇതിന് അവൾ യാതൊരുവിധ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെ തുടർന്ന് ആ സ്ത്രീ വളരെ താഴ്ന്ന സ്വരത്തിൽ ഭീകരതയോടുകൂടി അവനോട് മന്ത്രിച്ചു, നീ എവിടേക്കാണ് പോകുന്നത്? നീ എവിടെയാണ് ഇറങ്ങുന്നത്? വളരെയധികം ഭയത്തോടു കൂടി തന്നെ ആ ഒരു ചോദ്യത്തിന് അരുൺ മറുപടി പറയുകയാണ്, എനിക്ക് എറണാകുളം സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. വളരെയധികം വികൃതവും ഭീതിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ചിരിയോടുകൂടി ആ സ്ത്രീ അരുണിനെ നോക്കി പറഞ്ഞു, ഞാനും ആ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. അങ്ങനെ സമയം പുലർച്ചെ 2:13 ട്രെയിനിന്റെ വേഗത പെട്ടെന്ന് കുറയാനായിട്ട് ആരംഭിച്ചു. ഇതിനെ തുടർന്ന് ട്രെയിനിനുള്ളിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ്. അടുത്ത സ്റ്റേഷൻ വള്ളത്തോൾ നഗറാണ്. പക്ഷേ ഈ ഒരു അനൗൺസ്മെന്റ് കേട്ടതിന് പുറകെ അരുൺ വളരെയധികം ആശയക്കുഴപ്പത്തിലാവുകയാണ്. കാരണം താൻ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരു റൂട്ടായിരുന്നു, അല്ലെങ്കിൽ താൻ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലായിരുന്നു താൻ കയറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രെയിൻ ഒരിക്കലും വള്ളത്തോൾ നഗർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലൂടെ കടന്നു പോകാറില്ല. ഈ ഒരു കാര്യം അരുണിനെ വളരെയധികം ഭീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ആ ഒരു സ്റ്റേഷനിൽ ആ ഒരു ട്രെയിൻ നിർത്തുകയാണ്. ആ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയതിന് ശേഷം അരുൺ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ചകൾ മരവിപ്പിക്കുന്നതായിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. തൂണുകൾ തുരുമ്പെടുക്കുകയും കൂടാതെ അവിടെയുള്ള എല്ലാ വിധത്തിലുള്ള ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സും അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടുന്ന ചെയറുകളും തുടങ്ങി എല്ലാം തന്നെ പൂർണ്ണമായി നശിച്ച അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് വർഷങ്ങളായിട്ട് മനുഷ്യ സാന്നിധ്യമേ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയപ്പോൾ തൻ്റെ കൂടെ ഇരുന്നിരുന്ന ആ വിചിത്രയായ സ്ത്രീ പെട്ടെന്ന് എഴുന്നേൽക്കുകയും വാതിലിനടുക്കലേക്ക് നടക്കുകയും ചെയ്തു. വാതിലിന് അടുക്കലേക്ക് നടന്ന് താൻ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപേ ആ സ്ത്രീ അരുണിനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അരുണിനോട് ഇപ്രകാരമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ ഒരു കാരണവശാലും ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അരുണിന് പെട്ടെന്ന് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ ഒരു സ്ത്രീയെ തൻ്റെ കൂടെ ഇരുന്നിരുന്നപ്പോൾ വളരെയധികം വിചിത്രയായ രീതിയിലാണ് പെരുമാറിയത്. എന്നാൽ താന് ആ ഒരു വാതിലിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അരുണിനോട് ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങരുത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തനിക്ക് തിരിച്ചു കയറാൻ കഴിയില്ല എന്ന വാണിംഗ് നൽകിയത്? ഈ ഒരു വാണിംഗ് നൽകിയതിന് പുറമെ അരുൺ തൊട്ടപ്പുറത്തെ ട്രാക്കിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. അരുൺ ഇരിക്കുന്ന അതേ ട്രെയിൻ തന്നെ തൻ്റെ ഓപ്പോസിറ്റ് ട്രാക്കിലും നിൽക്കുന്നു. കൂടാതെ താൻ ഇരിക്കുന്ന അതേ കോച്ചിൽ അരുൺ തന്നെ ആ ഒരു ട്രെയിനിൽ ഇരിക്കുന്നു. പക്ഷെ ഇതിന് ഒരു വ്യത്യാസമുണ്ട്. ആ ഒരു ട്രെയിനിനുള്ളിലുള്ള അരുണിന് കണ്ണുകളിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ട്. അവന് യാതൊരുവിധ സംസാരവുമില്ല, പൂർണ്ണമായി മൗനം ബാധിച്ചതുപോലെ. ആ സ്ത്രീ ഇപ്രകാരമൊക്കെ പറഞ്ഞതിന് ശേഷം അരുൺ പരിഭ്രമത്തോടു കൂടി തന്നെ ആ ഒരു കോച്ചിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിനുശേഷം ആ ഒരു സ്ത്രീ അവിടെ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടേക്കെന്നില്ലാതെ അപ്രത്യക്ഷമായി. ഇതിനുശേഷം ഭ്രാന്തമായ രീതിയിൽ ഒരു ഭയത്തോടു കൂടി തന്നെ ആ ഒരു സീറ്റിൽ അരുൺ ഇരിക്കുകയാണ്. ആ ഒരു ട്രെയിൻ ഇപ്പോൾ പതിയെ ചലിക്കാനായിട്ട് ആരംഭിച്ചു. ഈ ഒരു സമയത്ത് അരുൺ തൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഫോണിൽ സിഗ്നൽ റീസ്റ്റോർ ആയിട്ടുണ്ട്. ആ ഒരു സിഗ്നൽ റീസ്റ്റോർ ആയ സമയത്ത് ആ ഒരു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ആ ന്യൂസ് എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: പുലർച്ചെ 2:15 ശേഷം വള്ളത്തോൾ നഗറിന് സമീപം ഒരു ട്രെയിൻ പാളം തെറ്റി അപകടം സംഭവിച്ചിരിക്കുന്നു. 3 കോച്ചുകൾ പൂർണ്ണമായി തകർന്നു. ഈ ഒരു ന്യൂസ് കണ്ട അരുൺ വളരെയധികം ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം ആ 3 കോച്ചുകളിൽ ഒന്ന് താനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ചാണ്. വിറയ്ക്കുന്ന കൈകളുമായി അരുൺ ആ ഒരു കോച്ചിലെ കണ്ണാടിക്ക് മുൻപിലേക്ക് ചെന്നപ്പോൾ അവിടെ തൻ്റെ പ്രതിബിംബം കാണാനായി കഴിയുന്നില്ല. താൻ എത്രയൊക്കെ കൈകൾ ചലിപ്പിച്ചിട്ടും താൻ എത്രയൊക്കെ അടുക്കലേക്ക് ചെന്നിട്ടും ആ ഒരു കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം മാത്രം കാണാൻ കഴിയുന്നില്ല. പരിഭ്രമത്തോടുകൂടി ആ ഒരു കോച്ചിന് ചുറ്റും നോക്കിയ അരുൺ കാണുന്നത് ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഒരു ട്രെയിനിനുള്ളിലെ കോച്ച് പൂർണ്ണമായിട്ട് ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അതിനുള്ളിലുള്ള ആളുകളുടെ വസ്ത്രം എന്ന് പറയുന്നത് പൂർണ്ണമായി നനഞ്ഞ അവസ്ഥയിലായിരുന്നു. അവരെല്ലാവരും ഒരുമയോടുകൂടി തന്നെ അരുണിനോട് ചോദിച്ചു, നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ എത്താറായോ?
പക്ഷേ യാഥാർത്ഥ്യത്തിൽ ആ ഒരു ട്രെയിൻ ഒരിക്കലും എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൻ്റെ ലക്ഷ്യസ്ഥാനവും എറണാകുളം സ്റ്റേഷൻ ആയിരുന്നില്ല. ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന അതിനുള്ളിലെ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളായിരുന്നില്ല. അരുൺ കണ്ടുകൊണ്ടിരുന്നത് കേവലം തൻ്റെ മരണശേഷം തനിക്കുണ്ടായ തോന്നലുകൾ മാത്രമായിരുന്നു. ഈ ഒരു കഥ കേവലം എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. സോ റിയൽ ലൈഫുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള കണക്ഷൻസും ഇല്ല. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹൊറർ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി സീ യു ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജസ്വിൻ ഫ്രം സീക്രട്ട് ബുക്ക് സൈനിങ് ഓഫ്.